ഇവിടെ എത്താൻ നേരത്താ എന്നെ വിളിക്കുന്നത്. ഞാനിവിടെ എത്തിപ്പോയില്ലേ, ഇനിയിപ്പോ ഏതായാലും ഇനി കൊണ്ടോട്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പോന്നോലെ എനിക്ക് പരിചയം ഉണ്ടോ? ഇല്ല, ഞാനാ നോക്കുന്നേ. ഒരതുവരെ കണ്ടിക്കില്ലാലേടെ. ഇപ്പൊ ഒരാഴ്ച ഇവിടെ എടിയോ വാടകയ്ക്ക് അങ്ങനെ താമസിക്കാന്ന്. അന്നാ ഒരു മുഖപരിചയൊന്നും ഇല്ലാലല്ലേ? എന്തോ ഒരു ആരും നമ്മളെ അങ്ങനെ നല്ലൊരു എല്ലാരും പിന്നെ കമ്പനി ആക്കുന്നുണ്ടോ? ഇനി പുറപ്പെട്ട് റെഡി ആയി നിക്കല്ലേ? എന്നാ പിന്നെ നമ്മള് വെന്നാന്ന് ഒരു സ്ഥലത്ത് കൊണ്ട കൊടുത്തിരുന്നോ? 5 മണിക്ക് അങ്ങനെ ആ സ്ഥലത്ത് തന്നെ എത്തിച്ചാ മതി കേട്ടോ. പാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ തന്നെ ഉണ്ടേ. പൈസ എല്ലാം ഉണ്ടല്ല? പൈസ എല്ലാം ഗൂഗിൾ പേ ചെയ്തിക്ക്. ഓ അത് ഞാൻ ഇവിടെ എത്താൻ നേരത്തെ തന്നെ വിളിച്ച് പൈസ എല്ലാം കിട്ടിയതാ. ഓക്കെ, ഓ അവിടെ എത്തിയിട്ട് വിളിക്കട്ടോ. ഹലോ, ഞാൻ ഇറങ്ങി. നിങ്ങൾ ഒരു പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ടല്ലേ? ഓ, ഒരു 15 മിനിറ്റ് കൊണ്ട് എത്തും. ഓക്കെ. അല്ല ചേച്ചിയെ, നേരത്തെ പോയി ഇപ്പൊ ഇനി വരുന്ന ശ്രദ്ധിച്ചിനോ? നേരത്തെ കൊണ്ട് പോയ ഓളെ ബാഗ് തന്നെയാ ഇത്. ഇവർക്ക് എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഞാനത് നോക്കുന്നേ. ആ ബാഗ് തന്നെയാന്നല്ലത്. അതാന്ന് നമ്മളൊന്നും മൈൻഡ് ആക്കുന്നില്ല. ഇത് എന്തോ ഒരു പരിപാടി ഉണ്ട്. ഇത് നമുക്ക് നോക്കാം. അറിയണം എന്താന്നാ നടക്കുന്നത്. ശ്രദ്ധിച്ചോക്ക്, ഒളിച്ചു നിന്ന് ശ്രദ്ധിച്ചോക്ക്. നമുക്ക് ഇതിന്റെ തീരുമാനം നമുക്ക് എന്തായാലും ഇന്ന് എടുക്കണം. വീട്ടിൽ പിന്നെ പോവാം. എന്തായാലും നമ്മളിപ്പം വരുന്ന വഴിക്ക് കണ്ടേനെ കൊണ്ട് ഇത് തോന്ന ദിവസമായില്ലേ കളി കളിക്കുന്നേ. അതാണ് നമുക്ക് ഒളിച്ചു നിക്കുക. ഓലെ പ്ലാൻ എന്താന്ന് നമുക്ക് നോക്കണം. ഒരുത്തി അങ്ങോട്ട് പോയി കെടുത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തോ ഒരു കള്ളത്ര നല്ലോണം ഓല എടുത്തിട്ടുണ്ട്. വേഗം വിടുന്നില്ല അവര്, വേഗം മാറി മാറി എടുക്കുന്നുണ്ടല്ലേ. എന്തായാലും ഇപ്പം പോയാൽ നമുക്കറിയാം. കാരണം ഓളെന്തായാലും ഒരാളാത്തണ്ടല്ലേ. നമ്മൾ ആരുടെ നിന്നാലോ, ഒളിഞ്ഞു നിന്ന് കേട്ടാലോ. നമുക്ക് ഒളിച്ചിരിക്കുക. നമുക്ക് ഇതിലോട് ഇങ്ങനെ പോയി നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് ഓലെ പരിപാടി എന്താ നോക്കി പിടിക്കണല്ലോ. എന്തായി പോയ കാര്യമൊക്കെ? ആർക്കൊരു സംശയം തോന്നിക്കില്ല അല്ലേ? പിന്നെ ഇങ്ങി പോയതിന് ശേഷമല്ലേ 2 പെണ്ണുങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കുന്നുണ്ട്. എന്തോ ഒരു സംശയം പോലെ കളിക്കുന്നുണ്ടോ? നീ കണ്ടീനോല? ഒന്നും പറയണ്ട. പിന്നെ ഇത് ബാക്കിയുണ്ട്. ഇത് ബോസ് ഇവിടെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഇതാണ് ഓടുന്ന MDM. ഇനിയിപ്പോ ഈ പൊതിയുള്ളൂല്ലേ? നാളെ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞേ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്നെ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോകുന്നു. നീ നോക്കിക്കില്ലേ? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അമ്മേ, നമ്മളെ മക്കളെ കാര്യമില്ല. എന്താ ഇനിയിപ്പോ? അതല്ലേ പറയുന്നത്. നമ്മക്കിത് അവിടെ പോയിട്ട് നോക്കണം. ഓല് പറയുന്ന കേട്ടില്ലേ, MDM ആന്നോലെ. അതാ നശിച്ചു പോവില്ലേ കുട്ടികളെല്ലാം? നശിപ്പിക്കാൻ അവര് വാടകയ്ക്ക് വന്ന് താമസിക്കുന്നതില്ലേ. എന്തായാലും നമുക്ക് ഇതിനൊരു അവസാനം കാണണം. നിങ്ങൾ ഇവിടെ പുതിയ താമസക്കാരല്ലേ? ഞാളിങ്ങനെ വരണം വിചാരിച്ച് വരാനായില്ല. ഞാളും ഒരാഴ്ചയായി വന്നിട്ട്. വാടകയ്ക്ക് വന്നതാണ്. അല്ല, നിങ്ങൾ രണ്ടാളുള്ളൂ? നിങ്ങളെ മക്കള് ഭർത്താവിനൊന്നും കാണുന്നില്ലാലോ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒറ്റയ്ക്ക്. എന്താ അവിടെ? നിങ്ങള് സ്വന്തം നാട് എവിടെയാ? എന്തെന്നാ വർക്ക് ചെയ്യുന്നേ? ഇവിടെ ആരെയും കാണാത്തിനെ കൊണ്ട് ചോദിച്ചാ ഞാള്. ഓ, ആണുങ്ങൾ ഇവിടെ ഉണ്ടാകലുണ്ട്. ആണുങ്ങൾ രാവിലെ തന്നെ ജോലിക്ക് അങ്ങ് പോവുകയല്ലേ. ഒരു രാത്രിയാവും വരാൻ. അതുകൊണ്ടാണ് ആണുങ്ങളെ കാണാത്ത. ഞങ്ങക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വീട്ടിലെ പണി തന്നെ. പിന്നെ പുറത്ത് പോകുന്ന ഓരോരോ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോവാ. ആണുങ്ങൾ രാത്രിയല്ലേ വരും. മക്കളിലെ ഹോസ്റ്റൽ, അതുകൊണ്ടാണ്. കുറച്ച് വെള്ളം നോട്ടെ കുടിക്കാന്. ചൂടുവെള്ളം മതിട്ടാ. വേഗം അവിടെ വെച്ച് മറന്നിരിക്കില്ല അവരോട്. നമ്മളൊന്ന് നോക്കി നോക്ക്. വെറുതെ രണ്ടാളും കൊണ്ടുപോക്കണ്ട്. നമുക്ക് നോക്കി നോക്കുക. വരുന്നോ? ഞാൻ നോക്കാം. വിജയഞ്ഞോട് വരുന്നോ നോക്കണേ. ഇതെന്താ ശ്രദ്ധിക്കണല്ലോ. എന്റെ മോളെ ഇതാ. എന്റെ പടച്ചോനെ. നമുക്കൊരു കാര്യം ചെയ്യാം. പോലീസിനെ വിളിക്കാം. നമുക്ക് പോലീസിനെ വിളിക്കുക. ഇത് നമ്മളെ നാട്ടിനകത്തെ ലെവല് വന്ന് കൂടിയത്. വേഗം വിളിക്കും. നമുക്ക് ഈ 2 പെണ്ണുങ്ങളല്ലേ? ഹലോ, എക്സൈസ് ഓഫീസ് അല്ലേ സാർ? അത് ഇവിടെ ഒരു സംശയമുണ്ട്. ഒരു വാടകയ്ക്ക് താമസിക്കുന്ന 2 പെണ്ണുങ്ങൾ വന്നിട്ട് ഒരു സംശയം. ഒരു കയ്യില് വേറെ എന്തോ ഒരു ബിസിനസ് ആണ് ഒരിക്കുള്ളത്. MDM. ഓ, എവിടെയാന്നോ?
അത് ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം സാറിന്. അല്ലാണ്ട് എനിക്ക് ഇവിടുന്ന് പറഞ്ഞൂടെ, അവര് കേൾക്കും. ഓക്കെ ഓക്കെ. ആ എടി ഞങ്ങൾ പോന്ന ബേഗാടെ വെക്ക്. ആ, അല്ല ബേഗാടെ വെക്ക് നിങ്ങള്. അല്ല ഞങ്ങക്ക് കുറച്ച് ഞങ്ങൾക്ക് ബേഗ് വേണോ? ബേഗിലെന്തെന്ന് ഞങ്ങൾക്ക് അറിയണോ? ബേഗിലെന്തെന്ന് അറിയണോ? നിങ്ങളെ സാധനം അറിയണല്ലോ. അല്ല ഞങ്ങൾക്ക് ഇത് അറിയണോ? നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ ശരിയാകില്ല. ഇത് തോന്നുന്ന ദിവസമായി ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഭീഷണിയാ. നിങ്ങളെ വീട്ടിൽ വരുന്നതല്ല, ഞങ്ങൾക്കൊരു സംശയം ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബേഗ് എടുത്ത് ഓടുന്നത് അവിടെ വെക്കുന്ന വേണ്ട സാധനം ഒന്നും ബേഗിനകത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി വേണ്ട. ഇവിടെയാണ് ആണോ? ആ, ഇതാ വാടകയ്ക്ക് താമസിക്കുന്നത്. എന്തോ ഒരു ബിസിനസ് ഉണ്ടോ എനിക്ക് വേറെ എന്തോ. ഇതാണ് ബാഗ്. ഇതിന്റെ ഞാളന്ന് ഇപ്പം പിടിച്ചു വെച്ചതാണ്. ഏയ് ആരെയാ ഫോൺ വിളിക്കുന്നേ? ഫോണുണ്ടാ? നിങ്ങൾ എന്തായാലും നല്ലൊരു കാര്യം ചെയ്ത് ഈ നാട് ഞങ്ങൾ രക്ഷപ്പെടുത്തി. കാരണം ഇനിയുള്ള തലമുറകളെല്ലാം രക്ഷപ്പെട്ടു പോവുക. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിലാ നിങ്ങൾ അത് ഓരോപ്പരം കൂടി നിങ്ങളൂടിയോ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരാളെ പിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം പോരാടി നല്ലൊരു കാര്യങ്ങൾ ചെയ്ത് ഇനിയുള്ള തലമുറകളും ഇത് കണ്ടു പഠിക്കട്ടെ.